തിരുവനന്തപുരം മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. കണ്ണൂരിൽ നിന്നുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ രാവിലെ മുതലപ്പുഴ തീരത്തെത്തി. പൊഴിമുറിച്ച് ഡ്രഡ്ജർ അകത്തെത്തിക്കുന്നതോടെ മണൽ നീക്കം വേഗത്തിലാകും. ഡ്രഡ്ജറിന് അകത്ത് കയറാനുള്ള പൊഴിമുറിക്കൽ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. നിലവിൽ 2 എക്സ്കവേറ്ററുകളും 1 ഡ്രഡ്ജറും ഉപയോഗിച്ചാണ് മണൽ നീക്കം ചെയ്യുന്നത്. ഇതിന് വേഗം കൂട്ടുന്നതിനായാണ് കണ്ണൂരിൽ നിന്നുള്ള ചന്ദ്രഗിരി എന്ന ഡ്രഡ്ജർ മുതലപ്പുഴയിലെത്തിച്ചത്. രാവിലെ ഡ്രഡ്ജർ തീരത്തെത്തി. പൊഴിമുറിച്ച് ഡ്രഡ്ജർ അകത്ത് കടക്കുന്നതോടെ മണൽ നീക്കം കൂടുതൽ വേഗത്തിലാകും. അവരാഗ്രഹിച്ചതുപോലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇവിടെ എത്തി. അപ്പോൾ അതുപയോഗിച്ചിട്ട് മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികൾ നമ്മൾ ഉടനെ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഈ പൊഴിമുറിച്ച് ഈ മറ്റ് പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടിയും ഉണ്ടാകും. മുതലപ്പുഴയിൽ ശാശ്വതമായ പരിഹാരം ഉടനുണ്ടാകുമെന്നും MLA വ്യക്തമാക്കി. 177 കോടി രൂപയുടെ പ്രോജക്റ്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടുകൂടി നമ്മൾ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ടെൻഡർ ചെയ്തു. വർക്ക് ഈ മെയ് മാസം 20-ാം തീയതി തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ ജനപ്രതിനിധി നമ്മുടെ സമരസമിതിയുമായ നടത്തിയ ചർച്ചയുടെ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് 20-ാം തീയതി എൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടക്കും. അതേസമയം പൊഴിമുറിക്കുന്നതിന് മുൻപായി കരയിൽ നിക്ഷേപിച്ച മണൽ ഇവിടെ നിന്നും മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ചില ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇവരുടെ പ്രവൃത്തികളാണ് സർക്കാരിനാകെ കളങ്കമുണ്ടാക്കുന്നതെന്നും സമരസമിതി കൺവീനർ ബിനു പീറ്റർ ചൂണ്ടിക്കാട്ടി. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിന് ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഗവൺമെൻറ് റിമാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ചെയ്യിക്കണം. ഇപ്പോൾ കൃത്യമായിട്ടും ഗവൺമെൻറ് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഈ സാധനം വന്നിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായ ഇടപെടലുകൾ ഈ സമരം നടന്നത് മൂലം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധ്യത. മെയ് 15-നകം നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നേരത്തെ ചേർന്ന സംയുക്ത യോഗത്തിലുണ്ടായ ധാരണ. സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയതോടെ പ്രശ്നപരിഹാരം വേഗത്തിലുണ്ടാകുമെന്നാണ് പ്രദേശവാസികളുടെയും പ്രതീക്ഷ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.